എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇതൊരു പ്രത്യേകതരം വീഡിയോ ആണ്. ഇന്നലെ എനിക്കുണ്ടായ ഒരു അനുഭവത്തിൻ്റെ ഒരു വീഡിയോ ആണ്. എനിക്ക് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളിലെത്തിക്കുന്നത്. ഇന്നലെ എനിക്ക് ഏതാണ്ട് മലപ്പുറത്ത് പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് പോകേണ്ടി വന്നു. എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്യാൻ ഞാൻ പോയതായിരുന്നു. ഞാനൊരു 6 മണിക്ക് അവിടെ എത്തി. ട്രെയിനിലായിരുന്നു ഞാൻ യാത്ര ചെയ്തത്. ഒരു 6:30 ആയപ്പോൾ ഞാൻ പോയ സ്ഥലത്തിനടുത്ത് ഒരു ചെറിയൊരു കുഞ്ഞ് റെസ്റ്റോറൻറ്റ് കണ്ടായിരുന്നു. നല്ല വെൽ ക്ലീൻ റെസ്റ്റോറൻറ്റ്. അതിൻ്റെ ഓണറാണെന്ന് തോന്നുന്നു. ഒരു ചെറുപ്പക്കാരൻ, ഒരു സൗമ്യൻ, വെരി പൈസ് മാൻ. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്കൊരു ചായ വേണം, എനിക്ക് മധുരം കൂടുതൽ വേണം, കടുപ്പവും വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മധുരം വേണോ, കൂടുതൽ വേണം? എനിക്ക് കൂടുതൽ വേണം. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് ഇരിക്കാൻ പറയുകയും അദ്ദേഹം ന്യൂസ് പേപ്പർ തന്നു, സാറൊന്ന് വായിച്ചോളൂ, ഞാനിപ്പോൾ തന്നെ ടീ റെഡിയാക്കാം. ഇദ്ദേഹം ആദ്യമായി ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് വെള്ളം ചൂടാക്കി എന്തൊക്കെ കിച്ചൺ ആ ഭാഗത്തു നിന്ന് വർക്ക് ചെയ്യണം. എന്നോട് ചോദിച്ചു, എവിടെയാണെന്ന് ചോദിച്ചു. എവിടെ നിന്ന് വരികയാണ്? ഞാൻ പറഞ്ഞു, ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം, വലിയ സന്തോഷമായി ട്രിവാൻഡ്രം എന്ന് പറഞ്ഞപ്പോഴും. അപ്പോൾ എനിക്ക് അനന്തപത്മനാഭനെ കുറിച്ചുള്ള ആ ഒരു പ്രൗഡ് എനിക്ക് വന്നത്. റിയലിയോ, അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്കൊരു എവിടെയും ഒരു സ്ഥാനമുണ്ടല്ലോ. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ടീ ഉണ്ടാക്കുന്നൊരു തിരക്കിലായി. ഒരു ലേഡി വന്നു, ഒരു മധ്യവയസ്ക, ഇദ്ദേഹത്തെ വിളിച്ചു. ഞാൻ ശ്രദ്ധിച്ചിട്ട് എന്തോ സംസാരിക്കുകയായിരുന്നു. ആ നിമിഷം തന്നെ വേറൊരാളും കൂടി ചായ കുടിക്കാൻ വേണ്ടി വന്ന് അദ്ദേഹം ഒരു ചായക്ക് ഓർഡർ ചെയ്തു. എന്നാൽ ഒരു 2 മിനിറ്റോ 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് ചായ ആദ്യമായി ആ ലേഡിക്ക് കൊടുത്തു. എനിക്ക് സന്തോഷക്കാരും, സ്ത്രീ പരിഗണന കൊടുക്കണം. അതുമല്ല, ഷീസ് അറൗണ്ട് ഒരു 60 വയസ്സൊക്കെ കാണുമായിരിക്കും. ഒരു റെസ്പെക്റ്റ് എന്ന് എനിക്ക് അദ്ദേഹത്തോട് വലിയ ആദരവ് തോന്നി. ആ ലേഡി ടീ കുടിച്ചു. ഞാൻ കൂടുതലൊന്നും ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞ് ശകലം കഴിഞ്ഞപ്പോൾ 2 ഗ്ലാസ് ടീ, എനിക്കൊരു ഗ്ലാസും മറ്റൊരു ഒപ്പം വന്ന് ഓർഡർ ചെയ്ത ആൾക്ക്. എന്നെ ഒപ്പം വന്നതല്ല, ഈ വാസ് എ സെപ്പറേറ്റ് പേഴ്സൺ. ഞങ്ങൾ ചായ കുടിച്ചു. അപ്പോൾ അദ്ദേഹം ആ പേയ്മെൻറ്റ് ചെയ്തത് ഗൂഗിൾ പേയിലായിരുന്നു, GPay. അപ്പോൾ ഇദ്ദേഹം പേയ്മെൻറ്റ് ഇത് ചായയുടെ അതിൻ്റെ കോസ്റ്റ് വന്ന് 12 രൂപയാണ്. സോ 12 റുപ്പീസ് ഇൻസ്റ്റെഡ് ഓഫ് 12 റുപ്പീസ് ഇദ്ദേഹം GPay നടത്തിയത് 24 രൂപ, 24 റുപ്പീസ്. അപ്പോൾ ഇദ്ദേഹം, ഈ ഓണർ വിചാരിച്ചു മിസ്റ്റേക്കായിപ്പോയത്. ഇദ്ദേഹം 12 രൂപ എടുത്ത് ഇദ്ദേഹത്തിന് അങ്ങോട്ട് കൊടുക്കായിരുന്നു. ഇല്ല, 12 രൂപയുള്ളൂ, ഇത് 24. ഇല്ലല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, 24 രൂപ ഞാൻ അറിഞ്ഞ് തന്നെയാണ് ചെയ്തതെന്ന് ചോദിച്ചു. അതല്ല, കാരണം ആ സ്ത്രീക്ക് നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്ത ചായയല്ലേ. നിങ്ങൾ ആദ്യമായി ഒരു കസ്റ്റമറിന് കൊടുക്കേണ്ട ചായ നിങ്ങൾ ആ സ്ത്രീക്ക് ഫ്രീ ആയിട്ട്, അവർ ക്യാഷ് തന്നില്ല. ഞാൻ ശ്രദ്ധിക്കായിരുന്നു. അതുകൊണ്ട് ഐ ആം ഇൻട്രസ്റ്റഡ് ടു പേ ദാറ്റ് മണി. ആ 12 രൂപ എൻ്റെ സൈഡിൽ ഞാൻ തരികയാണ്. ഞാനിത് ഈ നോക്കി അങ്ങോട്ട് വീക്ക്നെസ് ഞാനങ്ങനെ ശരിക്കങ്ങ് സ്തംഭിച്ചിരിക്കുകയില്ല. ഒരു നല്ലൊരു ഇതിന് എനിക്ക് സാക്ഷിയാകേണ്ടി വന്നു. അപ്പോഴാണ് ഓർക്കുന്നത്, ഈ ലോകത്ത് ദുഷ്ടന്മാരാണ് ഏറ്റവും കൂടുതൽ മോശപ്പെട്ടൊരു. പക്ഷേ കുറച്ച് ആൾക്കാരുണ്ട്, നല്ല ഹൃദയത്തിൻ്റെ ഉടമകൾ, നല്ല കുറേ ആൾക്കാരുണ്ട്. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ മൂലം മാത്രമാണ് ഇന്ന് ഈ ലോകം ഇങ്ങനെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ നിന്ന് കൊലയും കൊള്ളുവയ്പ്പും പറ്റിപ്പും വെട്ടിപ്പും കൈകാൽ വെട്ടി ഇതെല്ലാം കാട്ടിക്കൂട്ടുന്ന മനുഷ്യനില്ലേ, അതിൽ ഇവരിന്നും ഇവിടെയൊക്കെ നിൽക്കുന്നതും നാം അടക്കം ഇന്നിട്ട് ജീവിക്കുക ഇങ്ങനെയുള്ള ചില മനുഷ്യരുടെ നല്ല പ്രവൃത്തികൾ കൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിനോട്, അദ്ദേഹം എന്നോട് എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്കിങ്ങനെ ഒരു ചെറിയൊരു ചാനലിൻ്റെ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ഒരു യൂട്യൂബറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്തായിരുന്നാലും ഈ ഒരു കാര്യം ഞാൻ
ഒന്ന് വീഡിയോയിലിടുമെന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എൻ്റെ പേരൊന്നും കൊടുക്കരുത്. ഞാൻ പറഞ്ഞു ശ്രമിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് മോഹനൻ. 2 കുട്ടികൾ. ഞാൻ ഇച്ചിരി കൂടെ അടുത്തു. ഒരു മോൾ BDSന് പഠിക്കുന്നു, ഒരു മോൻ ജോലി ചെയ്യുന്നു. കട വലിയ ആഷ്പൂഷല്ല, ദർ ഓക്കെ സംബട്ട് റീസണബിൾ സ്നാക്സ് ഐറ്റംസൊക്കെ ഉണ്ട്. നല്ല ടീ, കോഫി, വെൽ ക്ലീൻ. ഹീസ് ഹാപ്പി. ജീവിതം ഭയങ്കര ഹാപ്പിയാണ്. എപ്പോഴും ചിരിച്ച മുഖം. ഇങ്ങനെയാണല്ലോ വേണ്ടത്. എത്രയോ ആൾക്കാർ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു സന്ദേശം ഞാൻ എല്ലാവർക്കും എത്തിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. നിങ്ങളും ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമുക്കൊരു ഗ്ലാസ് ചായ കൊടുക്കാനില്ലെങ്കിൽ ഒരു മനുഷ്യനെ കണ്ട് ഹായ്, ചെറിയൊരു പുഞ്ചിരി, സുഖമാണോ, എന്തെങ്കിലും ഒന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെയാണ് നാം ജീവിക്കേണ്ടത്. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യവും അത് തന്നെ ആയിരിക്കണം. ഈശ്വരൻ പല രൂപത്തിൽ വരും. ഒരു പക്ഷേ ഈശ്വരൻ ആയിരിക്കും ആ സ്ത്രീ രൂപത്തിൽ അവിടെ വന്ന് ഒരു ഗ്ലാസ് ചായ ആവശ്യപ്പെട്ടത്. തണുപ്പായിരുന്നു, മഴയായിരുന്നു, അവർക്ക് പൈസയില്ല. ബട്ട് ഒരു ചായ കുടിക്കുന്ന ആഗ്രഹം ഉണ്ടായി. ഒരാളെ അവർ കേട്ടപ്പോൾ അത് യാതൊരു വിഷമം പറയാതെ അങ്ങോട്ട് കൊടുത്തു. നമ്മുടെ നാട്ടിലാണെങ്കിൽ രാവിലെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, കൈനീട്ടം കിട്ടാതെ ഒന്നും കൊടുക്കില്ല. ആരും കടത്തിന് കൈനീട്ടത്തിനായിട്ട് പോകത്തില്ല. ഇവിടെ ആ മനുഷ്യന് യാതൊരു മാറ്റമൊന്നുമില്ല. ഹി വാസ് എ വെരി ഹാപ്പി. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആ വീക്ഷിച്ച ആൾ, ശ്രദ്ധിച്ച ആൾ, അയാളും ഇവർ രണ്ടുപേരും ഒരുപോലെ ഈക്വൽ ചെയ്തിരിക്കുന്നു. ഇദ്ദേഹം ആ പേയ്മെൻറ്റ് നടത്തുമെന്ന് വിചാരിച്ചല്ല മിസ്റ്റർ മോഹനൻ ചായ കൊടുത്തത്. മോഹനായിട്ട് കൊടുത്തത് തന്നെയാണ്. യഥാർത്ഥത്തിൽ എനിക്കിട്ട ചായയാണ് ആ സ്ത്രീക്ക് കൊടുത്തത്. ഞാൻ പറയും, എനിക്ക് തിരക്കില്ല, സമാധാനമായിട്ട് എനിക്ക് കുറച്ചുകൂടെ സമയമുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ മീറ്റിംഗ് തുടങ്ങുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെയുള്ളവരൊക്കെ ആദരിക്കണം. നിങ്ങളും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ ശ്രമിക്കണം. ഇതുപോലെയുള്ള കുറച്ച് മോഹനന്മാർ ഉണ്ടാകണമെന്ന് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കണം. മറക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് വളരെ സംതൃപ്തി ജീവിതത്തിൽ നമുക്ക് നേടാൻ പറ്റും. നമുക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും. ഇങ്ങനെ മോഹനനെപ്പോലെ ഇരിക്കട്ടെ. നമ്മുടെ എല്ലാം മോഹനങ്ങളായിരിക്കട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാണും വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.